خزانة العلم من كانت تثقله يمشي بها خاليا مقدار أثقالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഖസാനത്ത് ഭാഗം 53. മലുരിബ ഖദ് നമാ യൗമൻ ഫയൗമൻ കമാ യൻമുൽ ഹിലാലു റുഖി منزلا عالي حتى إذا تم بدر مسه محق يوما فيوما كذا مال الربا الغالي. مال الربا പലിശയുടെ ധനം ഖദ് നമാ നിശ്ചയം അത് വളരും യൗമൻ ഫയൗമൻ ദൈനംദിനമായത് വളരും പുതുചന്ദ്രൻ വളരും പോലെ റുഖിയൻ പുതുചന്ദ്രൻ തന്നെ കയറിയ നിലയിൽ മൻസിലൻ ആലിയ ഉന്നതമായ സ്ഥാനത്ത് ഹത്താ ഇദാ തമ്മ ബദ്റൻ മസ്സഹു മഖൂൽ യൗമൻ ഫയൗമൻ കദാ മാലുർ റിബൽ ഗാലി. അങ്ങനെ പുതുചന്ദ്രൻ പൂർണ്ണമായാൽ ബദ്റൻ അതുതന്നെ പൂർണ്ണ ചന്ദ്രനായ നിലയിൽ മസ്സഹു മഹഖൂ ചന്ദ്രനെ തേഞ്ഞുമാഞ്ഞു പോകൽ സ്പർശിക്കും യൗമം ഫയൗമ ദൈനംദിനം കഥാ ഇപ്രകാരം തന്നെ ഇപ്രകാരമാണ് മാലുർ റിബാ പലിശയുടെ ധനം അൽ ഗാലി വർദ്ധിക്കുന്ന പലിശയുടെ ധനം ഇപ്രകാരമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പലിശയിലൂടെ സമ്പാദിച്ച ധനം ചന്ദ്രൻ വളരും പോലെ വളർന്നുകൊണ്ടിരിക്കും. പക്ഷേ 14 രാവ് കഴിഞ്ഞാൽ ദൈനംദിനം ചന്ദ്രൻ ചെറുതായി വരുന്നത് പോലെ ഒരു പരിധിവരെ പലിശ ധനം വർദ്ധിച്ച ശേഷം അതിന് നാശം വന്ന് ഇല്ലാതെയാകുന്നതാണ്. വൻ പാപമാണ് പലിശ. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ എന്നീ പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബാ വമുകിലഹു വകാതിബഹു വശാഹിദൈ വഖാലഹും സവാ. പലിശ തിന്നുന്നവനെയും അത് തീറ്റിപ്പിക്കുന്നവനെയും അത് എഴുതി സഹായിക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അവരെല്ലാം കുറ്റത്തിൽ സമന്മാരാണ്. അതുകൊണ്ട് പലിശയിൽ നിന്ന് രക്ഷപ്പെടണം. പലിശ വാങ്ങാനോ തിന്നാനോ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മുത്തഖീകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.